അടുപ്പിച്ച് ചില മരണങ്ങളൊക്കെ നടക്കുമ്പോൾ ആ രാത്രികളിലൊക്കെ ഞാൻ ഓർത്തത് വസുലാവാക്ക കുറേ കൂടി മനസ്സിലാക്കാമായിരുന്നു, കുറേ കൂടി ശ്രദ്ധിക്കാമായിരുന്നു. ശേഷം മാതാപിതാക്കന്മാരൊക്കെ കടന്നുപോയി കഴിയുമ്പോൾ ഏറ്റവും വലിയ വ്യസനം ഇതാണ്, അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം. അവരുടെ ചെറുപ്പത്തിലെ താല്പര്യങ്ങൾ എന്തായിരുന്നു, അവരേതെങ്കിലും തരത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളുണ്ടായിരുന്നോ, കാണാൻ ആഗ്രഹിച്ചുള്ള കൂട്ടുകാരുണ്ടായിരുന്നോ, ഒന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. ഗുരുജനത്തിലേക്ക് സ്നേഹവന്ദനം. ഒരു 30 വർഷം പഴക്കമുള്ള കഥയാണ്. ഞങ്ങളുടെ ആശ്രമങ്ങളിലൊന്നിൽ അങ്ങനെ വളരെയേറെ നിഷ്ഠയുള്ള, അണുവിട ഒരു കാര്യങ്ങൾക്കും കോംപ്രമൈസ് ചെയ്യാത്ത, അതിൻ്റെ മീതെ ശാഠ്യം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു സുപ്പീരച്ചനുണ്ടായിരുന്നു. ഞങ്ങൾ വിളിക്കുന്നത് ഗാഡി എന്ന്. ഞങ്ങൾക്ക് സുപ്പീർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു രീതി. വയോധികനാണ്. 7 മണിക്ക് പ്രാർത്ഥനയാണ്. ആ 7 മണിക്ക് ശേഷം ആരെങ്കിലും ഇവിടെ ആബ്സെൻ്റ് ആണെങ്കിൽ, ആരെങ്കിലും ആശ്രമത്തിലേക്ക് മടങ്ങിയെത്താൻ വൈകിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം തൻ്റെ നീരസം പ്രകടമാക്കും. ഭക്ഷണമേശയിലൊക്കെ ഇരുന്ന് അതിനെക്കുറിച്ച് അവരൊക്കെ ചോദിക്കും. ഇതിനകത്ത് കുറച്ച് സമ്മർദ്ദവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിച്ച 2-3 പേരുണ്ട്. തങ്ങളുടെ പ്രായത്തിനും വിവേകത്തിനും നിരക്കുന്ന മതിപ്പോ പരിഗണനയോ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നൊരു തോന്നൽ അവർക്കുണ്ടായി. എൻ്റെ ഒരാൾ പറഞ്ഞു, നാളെ ഞാൻ കാരണവർക്ക് ചെറിയൊരു ഡോസ് കൊടുക്കാൻ പോയാണ്. അങ്ങനെ 7 മണിക്ക് അദ്ദേഹം അവിടെ ഇല്ല, അത്താഴത്തിനില്ല. അത്താഴത്തിന് ശേഷം ഞങ്ങൾക്കൊരു നിശാപ്രാർത്ഥനയുണ്ട്, അതൊരു 9:30-ക്കാണ്, അപ്പോഴില്ല. ഇപ്പോൾ ഓരോരുത്തരും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞിട്ടാണ് പോയത്, എന്തെങ്കിലും അറിയാമോ? ആർക്കും അറിയില്ല. ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ അദ്ദേഹം കയറി വന്നു. ഇവരിങ്ങനെ മുഖാമുഖം കാണുമ്പോൾ ഈ രാത്രിയുടെ ഒരു നിശബ്ദതയെ വളരെ പ്രധാനപ്പെട്ടായിട്ട് കരുതുന്നൊരിടമാണ് ആശ്രമം. ഇതൊക്കെ മറന്നിട്ട് ഈ വയോധികനായ ഈ ഒരു വൈദികൻ ആ ചെറുപ്പക്കാരനായ സന്യാസിയോട് ഉറക്കെ ഇങ്ങനെ ശോഭിക്കുക. ഒരു ദാക്ഷിണ്യമില്ലാതെ ഇതെല്ലാം വളരെ ചില്ലായിട്ട് ഈ ചെറുപ്പക്കാരൻ കേട്ട് നിന്നു. ഇതെല്ലാം കഴിഞ്ഞ് അയാൾക്കൊരു ഉത്തരം കൊടുക്കാനുള്ള നേരത്തിന് വേണ്ടി ഈ മനുഷ്യൻ കാത്തു നിൽക്കുമ്പോൾ അയാൾ ഒരൊറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, ഫാദർ, ഐ ആം ഓഫ് ഏജ്. എനിക്കെൻ്റെ പ്രായത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഒക്കെ ഒരു കാലത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ വേറൊരർത്ഥം കൂടിയുണ്ട്, ദയവ് ചെയ്ത് എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. നല്ല കൃത്യമായിട്ട് ഇംഗ്ലീഷ് ശൈലി പിടുത്തം കിട്ടുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു വൈദികനാണ് അദ്ദേഹം. അതിൻ്റെ മുഴുവൻ അർത്ഥവും ന്യൂയാൻസ്മയൊക്കെ നന്നായിട്ട് പിടുത്തം കിട്ടി. പെട്ടെന്ന് ഈ മനുഷ്യൻ തോറ്റൊരാളെ കണക്ക് അതൊക്കെ ഇങ്ങനെ തല താഴ്ത്തി തൻ്റെ മുറിയിലേക്ക് പോവുകയും ചെയ്തു. അതൊരു ചെറിയൊരു കലഹമായിട്ടോ ചെറിയൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു വിളിയൊക്കെ ആയിട്ട് ബാക്കിയുള്ളവർക്ക് അനുഭവപ്പെട്ടു. രാത്രി ഒരു 2 മണിക്ക് ഇത്തിരി വെള്ളമൊക്കെ കുടിക്കാനായിട്ട് പൊതുവായിട്ടൊരു ഇടമുണ്ട്. അവിടേക്ക് ചെല്ലുമ്പോഴേക്കും ഞാൻ ശ്രദ്ധിച്ചു, ഇദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് അപ്പോഴും ലൈറ്റുണ്ട്. അതൊക്കെ ഒന്ന് പാളി നോക്കുമ്പോൾ ഈ മനുഷ്യനിങ്ങനെ ഉറങ്ങിയിട്ടില്ല, കസേരയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുക. ഞാൻ പതുക്കെ ഒന്ന് വാതിൽ തുറന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഇരിക്കുക. ഇരുന്നു. നിങ്ങൾ ഈ ചെറുപ്പക്കാർ ഈ ബൈക്കൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ വരാൻ വൈകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ടുണ്ടാകുമെന്നൊക്കെ ഓർത്തിട്ട് പിന്നെ എനിക്കൊരു സമാധാനമില്ല. ആ സമാധാനക്കേടാണ് ഇങ്ങനെ കുറച്ച് ടഫായിട്ടുള്ള ഭാഷയായിട്ടും ശരീരഭാഷയൊക്കെ ആയിട്ടും പുറത്തേക്ക് വരുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമല്ലെന്ന് പിടുത്തം കിട്ടിയ നിമിഷം തൊട്ട് ഞാനത് വേണ്ടെന്ന് വെക്കുക.
ആ രാത്രിയിൽ അങ്ങനൊരു കാഴ്ച കിട്ടിയില്ലായിരുന്നെങ്കിൽ മറ്റു പലരും കരുതുന്നത് പോലെ, ഇപ്പോഴും ഞങ്ങളുടെ സമൂഹത്തിൽ പലരും വിശ്വസിക്കുന്നത് പോലെ ഒരു ടാസ്ക് മാസ്റ്ററായിട്ട്, ഒരു മിലിറ്ററിക്കൊക്കെ നിരക്കുന്ന ഒരു മനുഷ്യനായിട്ട് അദ്ദേഹത്തിന് ഞങ്ങൾ ഓർമ്മിച്ചേനെ. ഈ ഒരു ചെറിയൊരു താക്കോൽ കാഴ്ച, ഒരു വാതിൽ കാഴ്ച കിട്ടിയോണ്ട് മാത്രമാണ് എത്ര ഹൃദയാലുവാണ് ഈ മനുഷ്യനെന്നും എന്തുമാത്രം തന്നെ ഏൽപ്പിച്ച ചെറിയ മക്കളുടെ ആ ജീവിതത്തെക്കുറിച്ച് അയാൾക്ക് എന്തുമാത്രം ഭയമുണ്ടെന്നും ഒക്കെ നമുക്ക് പിടുത്തം കിട്ടുന്നു. ചുരുക്കത്തിൽ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാ. നമുക്കിങ്ങനെ കൂടെ പാർക്കുന്നവരെ പിടുത്തം കിട്ടിയിട്ടില്ല. കൂടെ പാർക്കുന്നവരെന്തുകൊണ്ടാണ് കലഹിക്കുന്നതെന്നും, കൂടെ പാർക്കുന്നവരെന്തിനു വേണ്ടിയാണ് ശടിക്കുന്നതെന്നും, കൂടെ പാർക്കുന്നവരെന്താ നമ്മളെ നാഗ് ചെയ്യുന്നതെന്നും, കൂടെ പാർക്കുന്നവർ എന്തിനാ ചിലപ്പോൾ നമ്മളെ ഇത്രയും ബുദ്ധിമുട്ടിലാക്കുന്നതെന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു ആംഗിളിൽ നിന്ന് മാത്രം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. എത്ര കുറച്ചാണ് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ കുറച്ച് പരിഭവം പറഞ്ഞൊരാളാണ് നസ്രത്തിൽ യേശു. അവിടുന്ന് പറഞ്ഞൊരു പരിഭവം വേണമെങ്കിൽ നമ്മളീ പറഞ്ഞ സംഭവമായിട്ട് കൂട്ടി വായിക്കാം. എന്താണത്? ഇത്രയും കാലം ഞാൻ കൂടെ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കാഞ്ഞത്? വീടിനകത്ത് അടുപ്പിച്ച് ചില മരണങ്ങളൊക്കെ നടക്കുമ്പോൾ ആ രാത്രികളിലൊക്കെ ഞാൻ ഓർത്തത് വസുലാവാക്ക. കുറേ കൂടി മനസ്സിലാക്കാമായിരുന്നു, കുറേ കൂടി ശ്രദ്ധിക്കാമായിരുന്നു. ശേഷം മാതാപിതാക്കന്മാരൊക്കെ കടന്നുപോയി കഴിയുമ്പോൾ ഏറ്റവും വലിയ വ്യസനം ഇതാണ്, അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം. അവരുടെ ചെറുപ്പത്തിലെ താല്പര്യങ്ങൾ എന്തായിരുന്നു? അവരേതെങ്കിലും തരത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളുണ്ടായിരുന്നോ? കാണാൻ ആഗ്രഹിച്ചുള്ള കൂട്ടുകാരുണ്ടായിരുന്നോ? ഒന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. നമ്മൾ ആ കൃത്യമായ രോഗപരിപാലനയിലും കൃത്യമായ നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനകത്തുമൊക്കെ കാര്യങ്ങൾ ഒതുക്കി. കുറേ കൂടി ഓരോന്നും എക്സ്പ്ലോർ ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പലതിനെക്കുറിച്ചും നമുക്ക് വല്ലാത്തൊരു ഖേദം തോന്നും. പലതിനെയും ഓർത്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകാനുള്ള കാരണങ്ങളുമുണ്ടാവും. ഓരോന്നിനെയും ഒന്നുകൂടി കണ്ടെത്തേണ്ട വൈകിയ നേരമാണെന്ന് തോന്നുന്നു. ഒരു 10 വർഷം മുമ്പൊക്കെ ആയിരിക്കണം മാസത്തിൽ, എനിക്ക് തോന്നുന്നു. അത്രയുമെങ്കിലും പഴക്കമുണ്ട് ഈ മാത്യു കെല്ലിയുടെ റീഡിസ്കവർ ജീസസ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ട്. അതത്രയും അത് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല ഉള്ളത് പറഞ്ഞാൽ. പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം കുറച്ച് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഏകാഗ്രതയിലൊക്കെ കാണാനായിട്ട് ശ്രമിക്കുന്നൊരു കാലത്തിൽ ആ പുസ്തകം ഒന്നുകൂടി എടുത്ത് വായിക്കുമ്പോൾ ആ ശീർഷകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വല്ലാതെ ഹൃദയത്തെ തൊട്ടു. റീഡിസ്കവർ ജീസസ്. എല്ലാത്തിനകത്തും ഒരു കാര്യത്തെ വീണ്ടും കണ്ടെത്തേണ്ട ബാധ്യതയുണ്ട്. യേശു പറഞ്ഞിട്ടില്ലേ, വയലിന് താഴെ നിധിയുണ്ടെന്ന്. വയലെന്ന് പറയുന്നത് എന്താണ്? അതെനിക്ക് തോന്നുന്നു യേശു ഉപയോഗിച്ച ഏറ്റവും നല്ല രൂപങ്ങളിലൊന്നായത്. വയലെന്ന് പറയുന്നത് ഫ്ലാറ്റ് എക്സ്പീരിയൻസാണ്. ലൈഫിൽ 100ക്ക് 100 അല്ലെങ്കിൽ 101 അനുഭവങ്ങളും ഫ്ലാറ്റാണ്. എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ സംഭവിക്കുന്നില്ല. നമ്മുടെ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ, ഇല്ലെങ്കിൽ നമ്മൾ പങ്കുചേരുന്ന നമ്മുടെ ദാമ്പത്യ ജീവിതം, ഇപ്പോൾ ഒരു സന്യാസ വൈദ്യൻ എന്നൊക്കെ നിലയിൽ ഞാൻ ഏർപ്പെടുന്ന മിനിസ്ട്രി, ഇതൊക്കെ ഇങ്ങനെ വാസ്തവത്തിൽ ഒരു എക്സൈറ്റിംഗ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പോയിന്റുകളൊന്നുമില്ല. എന്നാൽ അത്ര മോശമല്ല. ആരെ പറയുന്ന കണക്കിങ്ങനെ പാസഞ്ചർ തീവണ്ടി കണക്ക് അത്ര വേഗതയില്ല, എന്നാൽ നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന, ഒരേ താളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം എല്ലാവരുടെയും. അപ്പം ഇതൊക്കെ വയലാണ്. ഈ വയലിനെ നിങ്ങളൊന്ന് 2 തുമ്പാപ്പാട് ഒന്ന് താഴോട്ട് കുഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിധി കിട്ടും. ജീവിക്കാനായിട്ട്, മുമ്പോട്ട് പോകാനായിട്ട് ചില പ്രേരണകളില്ലാതെ നമുക്ക് കാര്യങ്ങൾ അസാധ്യമാണ്. ഇക്കിഗായി എന്ന് പറയുന്നൊരു സമ്പ്രദായവും ഒരു രീതിയുമൊക്കെ നമ്മുടെ കാലത്തൊരു സംഭാഷണ വിഷയമാണ്. അതൊരു ജീവിതശൈലിയൊക്കെ ആയിട്ടാണ് ഗണിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മൈ റീസൺ ടു ഗെറ്റ് അപ്പ് ടുമോറോ. നാളെ പ്രഭാതത്തിൽ എനിക്ക് എണീക്കാനായിട്ടുള്ള കാരണം എന്താ? ആ ഒരു കാരണം കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതം എന്തൊരു മെലങ്കോളിക്കായിട്ടുള്ള, എന്തൊരു വിഷാദഭരിതമായൊരു അനുഭവമായിട്ട് മാറും. ലേഡി ഗാഗയുടെ ഒക്കെ ഒരു പാട്ടുണ്ട്,
എ മില്യൺ റീസൺസ് ടു ഗോ അവേ. എല്ലാത്തിനകത്തുനിന്നും പോകാനായിട്ട്, വിട്ടിട്ട് പോകാനായിട്ട് ഇങ്ങനെ പതിനായിരക്കണക്കിന് കാരണങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് യു നീഡ് എ സിംഗിൾ റീസൺ. ഇപ്പോൾ എന്തിനകത്തും, അതൊരു ഫാമിലി എന്ന നിലയിലായിക്കൊള്ളട്ടെ, നമ്മൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മമായിക്കൊള്ളട്ടെ, അതിനകത്തൊക്കെ നിലനിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തണം. അപ്പം അതിനാണ് നമ്മൾ ഈ റീഡിസ്കവർ എന്ന വാക്ക് ഉപയോഗിക്കുക. ഈ വയലിന് താഴെ നിധിയുണ്ട്. രണ്ട് സാധ്യത, ഒന്നിങ്ങനെ കിളച്ചു പോകാമെന്നുള്ള സാധ്യതയാണ്, രണ്ടിങ്ങനെ ഖനനം ചെയ്യാമെന്നുള്ള സാധ്യതയാണ്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ആദ്യത്തതിനകത്ത് നിശ്ചയമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞത് കണക്ക് അതിനകത്ത് നമ്മളെ പ്രകാശിപ്പിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നില്ല. നമ്മളെ അടിമുടി ഇങ്ങനെ ഉന്മാദത്തിലാക്കുന്ന, സ്നേഹത്തിന് ഉന്മാദത്തിലാക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നില്ല. എന്നാൽ അതൊക്കെ ഇങ്ങോട്ട് താഴോട്ട് കുഴിക്കുമ്പോൾ എന്ത് മാത്രം ഹൃദ്യമായ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അത് കിടക്കയിൽ കുറേ വർഷങ്ങളായിട്ട് കിടക്കുന്ന നിങ്ങളുടെ പേരൻസൊക്കെ ആവാം. നമ്മൾ അവരുടെ കാര്യങ്ങൾക്ക് മീതെ ഒരു അശ്രദ്ധയും പുലർത്തിയിട്ടില്ല. പക്ഷെ എന്നിട്ടും നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ വീടിനകത്ത് ഒരു കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ കുറച്ച് ദാരിദ്ര്യത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ടെങ്കിൽ നമ്മുടെ വലിയൊരു കാര്യം അതിലേക്ക് അവരുടെ പരിചരണത്തിന് വേണ്ടി കൊടുക്കുന്നൊക്കെ ഉള്ള ചില വീണ്ടും വിചാരങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഇവർ കടന്നു പോകുമ്പോൾ എന്തൊരു ഇരുട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. എല്ലാ വയലിന് താഴെയും നിധിയുണ്ട്. ആ അർത്ഥത്തിൽ ഒരിക്കൽ കൂടി ഈ യേശുവിന് ഒന്നുകൂടി ഖനനം ചെയ്യാനായിട്ടുള്ള പ്രചോദനാത്മകമായ ഒരു 40 കുറിപ്പുകളാണ് ഈ പറഞ്ഞ മാത്യു കെല്ലിയുടെ പുസ്തകത്തിനകത്തുള്ളത്. വായനയിൽ താല്പര്യമുള്ളവർ നിശ്ചയമായി അത് കണ്ടെത്തി വായിക്കേണ്ടതാണ്. ഒരു 40 days മെഡിറ്റേഷനാണ്. അങ്ങനെ കമ്പ് ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കേണ്ട ഒരു പുസ്തകമല്ല. 40 പ്രഭാതങ്ങളിലോ 40 സന്ധ്യകളിലോ നിങ്ങൾക്കെടുത്ത് വായിക്കാവുന്നൊരു പുസ്തകമാണ്. എൻ്റെ ആമുഖം തന്നെ വളരെ ഹൃദയസ്പർശിയാണ്. ഇങ്ങനെ വളരെ തിരക്ക് പിടിച്ച ഒരു യാത്രയിൽ ഒരാൾ ഇങ്ങനെ ശ്രദ്ധിച്ചു, ഈ വഴിയിൽ നിന്ന് വിൽക്കുന്ന ഒരു സ്ത്രീയുടെ തട്ടിൽ നിന്ന് ഇങ്ങനെ പഴങ്ങളും പച്ചക്കറിയുമൊക്കെ ഇങ്ങനെ താഴോട്ട് വീണു. അത് ചിതറി ഈ തെരുവിൽ കിടക്കുകയാണ്. അയാൾ മനസ്സിലാക്കിയ വേറൊരു കാര്യം, ആ സ്ത്രീ അന്ധയായൊരു സ്ത്രീയാണ്. ഈ തിരക്കിനിടയിൽ ഒരാൾക്കും അവളെ ശ്രദ്ധിക്കാനുള്ള നേരവുമില്ല. അയാൾ പതുക്കെ നിന്ന് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അടുക്കി കൃത്യമായിട്ട് തട്ടിൽ വെച്ചു. ഈ സ്ത്രീ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ യേശുവാണോ? അയാൾ പറഞ്ഞു, ഞാനോ? അല്ല, എൻ്റെ പേര് പോളെന്നാണ്. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് കാഴ്ചയില്ല, എന്നെ സഹായിക്കണമേ. നിങ്ങളായിരിക്കും ആ യേശു എന്ന് ഞാൻ കരുതി. അയാളുടെ ഫ്ലൈറ്റ് മിസ് ചെയ്യുക. ആ രാത്രിയിൽ അയാൾ അതിനെക്കുറിച്ച് അല്പം പോലും ദുഃഖിതനാവുന്നില്ല. ഒരു ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ ചുരുണ്ടൂടി കിടക്കുമ്പോൾ അയാൾ ഓർത്തത് ഇതുമാത്രമായിരുന്നു, എപ്പോഴാണ് അവസാനമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്നെ യേശുവായിട്ട് തെറ്റിദ്ധരിച്ചത്, കൺഫ്യൂസ്ഡ് ആയത്. ആ ഒരു പ്രൊലോഗിലാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. അപ്പോൾ യേശു വാങ്ങാനുള്ള ഒരു സാധ്യതയെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെ പ്രധാനം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെ ക്രിസ്ത്യാനിയാകുക എന്നുള്ളതാണ് പ്രധാനമെന്നത്. ക്രിസ്ത്യാനി എനിക്കറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ ഈ ക്രിസ്തു ആകുക എന്നുള്ള ഒരു ക്ഷണമാണ് ഈ സുവിശേഷത്തിലുടനീളം മുഴങ്ങുന്നത്. പാവപ്പെട്ട മനുഷ്യരുടെ ഈ ഇടങ്ങളിലേക്ക് വന്നിട്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ഒരു പോസിബിലിറ്റി, ഓരോരുത്തരുടെയും പോസിബിലിറ്റിയുടെ പേരാണ് യേശു എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന യേശുവാണ്. അതിൽ കുറഞ്ഞ ഒരു കാര്യം കൊണ്ടും തൃപ്തിപ്പെട്ടുകൂടാ. ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ വെച്ച് അയാളുടെ പകരക്കാരനായിട്ട് ജീവിക്കേണ്ട ബാധ്യതയുള്ള മനുഷ്യർ തന്നെയാണ് നമ്മൾ. അതിനെ കണ്ടെത്താനായിട്ട് പ്രേരിപ്പിക്കുന്ന, ഒരിക്കൽ കൂടി യേശുവിനെ റീഡിസ്കവർ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു നല്ലൊരു പുസ്തകമാണിത്. ഒരു ചലഞ്ചിലാണ് മാത്യു കെല്ലി ഇത് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള കുറേ പേരുടെ ലിസ്റ്റ് എഴുതാൻ പറയുന്നു. എന്നിട്ട് അവരെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, പല ലെവലിലുള്ള അടുപ്പങ്ങളുണ്ട്.
ഇൻറ്റിമേറ്റായ ആൾക്കാരുണ്ട്, പിന്നെ നമ്മൾ അക്വൈൻറ്റൻസ് എന്ന് പറയുന്ന പരിചയക്കാരുണ്ട്. പക്ഷെ എല്ലാവരെക്കുറിച്ചും നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ എഴുതാനൊക്കെ ഉണ്ട്. എന്നിട്ട് അയാൾ പെട്ടെന്ന് ഈ കാര്യങ്ങൾ കൺവേർജ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് യേശുവിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്, എന്താ എഴുതാനുള്ളത്? അത് വല്ലാതെ കുഴപ്പിക്കുന്നൊരു സംഭവം. ഞാൻ കുറച്ച് കാലമൊക്കെ ആയിട്ട് ഇങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരാളാണെന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-40 വർഷമായിട്ടൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ആശ്രമത്തിൽ ചേർന്ന ഒരാളാണ്. ഇങ്ങനെ യേശു കേന്ദ്രിതമായിട്ട് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുകയും ഇടറുകയും പിന്നെയും പിടിച്ച് എഴുന്നേൽക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാൻ വെറുതെ എന്നെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പേനയും പേപ്പറും എടുത്തിരുന്ന് യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതുക എന്ന് പറയുന്ന മാത്യു കെൽവിയുടെ ചലഞ്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. വെറുതെ ഈ എന്താ പറയുന്നത്, അമിതമായ ഒരു വിനയത്തിൽ പറയുന്നതല്ല. എനിക്കൊരു പാരഗ്രാഫിനപ്പുറം ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയും വർഷങ്ങൾ യേശു കേന്ദ്രിതമായൊരു ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തിരി ഹുങ്കുകൊണ്ട് നടക്കുന്ന ഒരാൾ എന്തുമാത്രം ഓട്ടക്കയനാണെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത്രയും സമയമോ താല്പര്യമോ പുലർത്താത്തവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ അവനെക്കുറിച്ച് അറിയാനും പറയാനും ഉണ്ടാകും. യേശുവിനെ അറിയുക, പഠിക്കുക എന്നുള്ളത് വല്ലാത്തൊരു അനുഭവമാണ്. ഓരോ ദിവസവും പുതിയ വാതിലുകൾ തുറന്നു കിട്ടിയ, പുതിയ സഞ്ചാരങ്ങൾ ആരംഭിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം അതിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും കുറവ് കാര്യങ്ങൾക്കകത്ത് തൃപ്തരായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തി എന്നുള്ള, നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഒരു പരിചയത്തിലുള്ള ഒരാളെക്കുറിച്ച് അറിയാവുന്ന അത്രയും കാര്യങ്ങൾ പോലും നമുക്കറിയുന്നില്ല. പക്ഷേ ഫിസിക്കലായ കാര്യങ്ങൾ, ഫാക്ച്വലായ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അറിയുന്നിരിക്കാം. യേശു പിറന്ന നാടും യേശു സംസാരിച്ച ഭാഷയുമൊക്കെ അറിഞ്ഞിരിക്കാം. പക്ഷേ യേശു കൈമാറാൻ ശ്രമിച്ചിട്ടുള്ള ആ ഒരു പുതിയ ജീവിതസത്ത എന്താ, അവിടെ നിന്ന് നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ആ പുതിയ ഒരു ജീവിതക്രമം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും അത്രയും ഡിഫൈൻഡ് അല്ല. ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, വാസ്തവത്തിൽ യേശു പറഞ്ഞ മുഴുവൻ കാര്യങ്ങളുടെയും സാരാംശം എന്ന് പറയുന്ന ഗിരിപ്രഭാഷണമാണ്, അഷ്ടഭാഗ്യങ്ങളാണ്. എന്നിട്ടോ ആ അഷ്ടഭാഗ്യങ്ങൾ ഒരുപക്ഷെ സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കാണാപ്പടം പഠിച്ച് എഴുതി മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ആ അഷ്ടഭാഗ്യങ്ങളെ നമ്മൾ എന്തുമാത്രം പരിചയപ്പെട്ടിട്ടുണ്ട്, അഷ്ടഭാഗ്യങ്ങൾ എന്തുമാത്രം നമ്മൾ പരിശീലിച്ചിട്ടുണ്ട്. ഈ അഷ്ടമാർഗങ്ങൾ, അഷ്ടഭാഗ്യങ്ങൾ കൃത്യമായിട്ട് ഒരാൾ പഠിക്കുകയും അതിലിങ്ങനെ ഇത്തിരി ഒന്ന് സ്നാനം ചെയ്താൽ ഉള്ളൊരു താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാളുടെയും ജീവിതം പഴയതല്ല. അപ്പോൾ സത്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ പോയി. നമ്മളതിൻ്റെ ആ വിളുമ്പിലെ ചില കൗതുകങ്ങളിൽ മാത്രം ഇപ്പോഴും ആമക്തനായിട്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇയാളെ കുറച്ചുകൂടി കണ്ടെത്താനുള്ളൊരു ശ്രമമുണ്ട്. അത് നിശ്ചയമായിട്ടും വലിയ വ്യതിയാനം നിങ്ങൾക്കും നിങ്ങൾ പാർക്കുന്ന പരിസരത്തിനും ഉണ്ടാക്കും. യേശു കെസ്രയ ഫിലിപ്പിൽ വെച്ച് ശിമോനോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ആ മുഴക്കം ഈ രാത്രിയിൽ എന്നെയും നിങ്ങളെയും തേടി വരുന്നുണ്ട്. ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? ആരാണ് ഈ മനുഷ്യൻ, ഈ അലഞ്ഞടന്നിരുന്ന മനുഷ്യൻ? രണ്ട് വാക്കുകൾ തമ്മിലുള്ളൊരു വ്യത്യാസം മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതാണ്. ഒന്നുകൂടെ അത് ഓർക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നിങ്ങനെ യേശുവിലുള്ള വിശ്വാസം, രണ്ട് യേശുവിൻ്റെ വിശ്വാസം. ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ ഒരു മീഡിയ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ യേശുവിൽ വിശ്വസിക്കാനായിട്ട്. യേശുവിൽ തൽക്കാലം ഈ ഭൂമിക്ക് മീതെ വസിക്കുന്ന ഉള്ളിൽ കവിതയും കരുണയുമുള്ള ഒരാൾക്ക് ഒരവിശ്വാസവുമില്ല. അതിൻ്റെ രണ്ടിനെയും ആബ്സെൻസിൽ ഒരുപക്ഷെ നിങ്ങൾ അവനെക്കുറിച്ച് തർക്കിക്കുന്നുണ്ടാവാം. തർക്കം ചുറ്റിനും നമ്മൾ തർക്കമെന്ന് കരുതുന്ന പല കാര്യങ്ങളും യേശുവിനോട് തർക്കമല്ല. യേശുവിനെ ജീവിക്കുമെന്ന് കരുതിയ മനുഷ്യരും അവരൊരു സമ്പ്രദായങ്ങളുമായിട്ടുള്ള തർക്കമാണ്, ചിലപ്പോൾ സഭയുമായിട്ടുള്ള തർക്കമാണ്. പക്ഷേ യേശു എന്ന് പറയുന്നൊരു വ്യക്തി ഇങ്ങനെ വളരെ കൺവിൻസിങ്ങാണ്. യേശു ചരിത്രപുരുഷനല്ല എന്ന് പറയുമ്പോൾ പോലും
നമ്മൾ പറയുന്ന ഒരു കാലഗണന പോലും വാസ്തവത്തിൽ യേശു കേന്ദ്രിതമാണ്. പുതിയ ഭാഷയിൽ നമ്മൾ ആ വാക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ മോഡേൺ എറ അല്ലെങ്കിൽ കോമൺ എറ എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ കോമൺ എറ എന്ന് പറയുന്നൊരു കാര്യം നിശ്ചയിക്കപ്പെടുന്നത് ഈ ആളുടെ ഒരു ഇടപെടലിന് മുമ്പും മുമ്പുമാണ്. അപ്പോൾ തെളിഞ്ഞും മറിഞ്ഞുമൊക്കെ ഇങ്ങനെ യേശുവിനെ നമസ്കരിക്കാതെ പോകുന്ന ആരുമില്ല. ഇവിടെ നമുക്കുള്ള വലിയ ആചാര്യൻ എന്ന് പറയുന്നത് നാരായണ ഗുരുദേവനാണ്. നാരായണ ഗുരുദേവനൊക്കെ യേശുവിനെ വിശേഷിപ്പിക്കുന്നത് പരമേശ്വര പവിത്രപുത്രനാണ്. അപ്പം അത്രയും ഇതര ധർമ്മങ്ങളിൽ നിൽക്കുന്ന മനുഷ്യർ പോലും കണ്ണു നിറഞ്ഞും കരംകൂപ്പിയും ഒക്കെ ഓർക്കുന്ന നാമത്തിൻ്റെ പേരാണ് യേശു. പറഞ്ഞു വരുന്നത് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് അത് ഇങ്ങനെ മാത്രം കണ്ടെത്തേണ്ട ഒന്നാണ്. ഓരോ കോണ്ടക്സ്റ്റുകളിലും ഓരോ ജീവിതത്തിൻ്റെ ഓരോരോ നിമിഷങ്ങളിലുമൊക്കെ കണ്ടെത്തേണ്ട ഒന്നാണ് ഈ യേശുവിൻ്റെ വിശ്വാസം. യേശുവിലുള്ള വിശ്വാസം അതിൻ്റെ ഒരു ഏറ്റവും ബേസിക്കായ ഒന്നിൽ നിന്ന് അവിടെ നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ സാച്ചുറേറ്റ് ആയി പോവുകയാണ്. അതിനകത്ത് പുതുതായിട്ടൊന്നും പലപ്പോഴും സംഭവിക്കുന്നില്ല. രണ്ടാമെന്ന് പറഞ്ഞൊരു കാര്യം, ആ യേശുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞ പദത്തിനകത്ത് ഓരോ ദിവസവും പുതിയ കണ്ടെത്തലുകളുണ്ട്. ഓരോ ദിവസവും പുതിയ തുടക്കമുണ്ട്. ദൈവം പുതിയ തുടക്കങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഗോഡ് ലവ്സ് ഫ്രഷ് ബിഗിനിങ്സ് എന്നൊരു അധ്യായം പോലും ഈ പുസ്തകത്തിലുണ്ട്. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.